നമസ്കാരം. ഇന്നത്തെ കഥ നോക്കാട്ടോ. ഇന്ന് സത്യഭാമയുടെ കഥയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. രുക്മിണി സ്വയംവരം കഥയൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. രുക്മിണിക്ക് ഭഗവാനോടുള്ള പ്രണയത്തിനെ കുറിച്ചും നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. എന്നാൽ സത്യഭാമയ്ക്കും ഗുരുവായൂരപ്പനും നമ്മുടെ ഉണ്ണികൃഷ്ണനും തമ്മിൽ അതിനിഗൂഢമായൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത്ര പേർക്ക് അറിയാവുന്ന കാര്യമാണ്. പണ്ട് ദ്വാരകയിലെ സത്രാജിത്ത് എന്ന ആ ഒരു ദ്വാരകാ നിവാസിയുടെ പുത്രിയായിരുന്നു സത്യഭാമ. സത്യഭാമ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സത്യഭാമയുടെ ഗൃഹത്തിൻ്റെ ആ ഒരു ജനലരികിൽ കാത്തു നിൽക്കാറുണ്ടായിരുന്നു അത്രേ. ആരെ കാണാനാണെന്നറിയോ? ആ വഴിക്ക് ഈവനിങ് വാക്കിന് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഉദ്ധവരും ശ്രീകൃഷ്ണനും ബലരാമനും കൂടി നടന്നു പോവാറുണ്ടായിരുന്നു അത്രേ. അവരെ നോക്കിക്കൊണ്ടായിരുന്നു അത്രേ സത്യഭാമ നിന്നിരുന്നത്. ഒരിക്കൽ ബലരാമസ്വാമിയുടെ കണ്ണിൽ പെട്ടുത്രേ ഈ ഒരു കൈകൾ ആ ജനലിനരികിൽ ഈ 3 പേര് നടന്നു വരുന്ന സമയത്ത്. അപ്പോൾ ബലരാമസ്വാമിക്ക് അറിയണമായിരുന്നു ഇത് ആരെ കാണാനാണ് എന്ന്. ഉദ്ധവരെയാണോ, ശ്രീകൃഷ്ണനെയാണോ, അതോ ബലരാമസ്വാമിയെ തന്നെയാണോ എന്ന്. അതിനായിട്ട് അദ്ദേഹം തനിച്ച് നടന്ന സമയത്ത് ആ വാതിൽ അടഞ്ഞു തന്നെ ഇരുന്നു. പിറ്റേന്ന് ഉദ്ധവരോട് കൂടി നടന്നപ്പോഴും ആ വാതിൽ അടഞ്ഞു തന്നെ ഇരുന്നു. അതിനടുത്ത ദിവസം ശ്രീകൃഷ്ണനോടൊപ്പം നടന്നപ്പോഴാണത്രേ പിന്നീട് ആ ജനല് തുറക്കാനിടയായത്. ഇത് കണ്ടപ്പോൾ മനസ്സിലായി നമ്മുടെ ഉണ്ണികൃഷ്ണനെ തന്നെയാണ് ഭാമ നോക്കുന്നത് എന്ന്. എന്നാൽ തിരിച്ച് ഉണ്ണികൃഷ്ണൻ നോക്കുന്നുണ്ടോ എന്നറിയണ്ടേ. അതിനടുത്ത ദിവസം ബലരാമൻ പറഞ്ഞു അത്രേ കൃഷ്ണനോട്, ഉണ്ണി കൃഷ്ണ, എല്ലാ ദിവസവും നമ്മൾ ഈ വഴിക്കല്ലേ പോവാറ്, ഇന്ന് നമുക്കൊന്ന് വഴി മാറ്റി പിടിച്ചാലോ എന്ന്. കൃഷ്ണൻ എന്ത് ചെയ്താൽ സമ്മതിച്ചില്ല അത്രേ. അല്ല, ഈ വഴിക്ക് തന്നെ പോകുന്നതല്ലേ നല്ലത്, നമ്മൾ എല്ലാ ദിവസവും ഈ വഴിയല്ലേ പോവാറ്, ഇന്ന് മാത്രം എന്തിനാ മാറ്റി പിടിക്കുന്നത്, എല്ലാ ദിവസവും ഒരേ വഴിക്ക് പോയാൽ ബോറടിക്കില്ലേ കൃഷ്ണ, ഒന്ന് അപ്പുറത്തു കൂടെ പോവാം എന്നായിരുന്നു അത്രേ ബലരാമസ്വാമി പറഞ്ഞത്. അല്ല, ഈ വഴിക്ക് പോയിട്ട് വേണമെങ്കിൽ പിന്നീട് അപ്പുറത്തേക്ക് പോവാലോ എന്നായി ഇത്രേ കൃഷ്ണൻ. എന്തായാലും അതിലൂടെ ബലരാമസ്വാമിക്ക് ഒരു കാര്യം ഉറപ്പായി, ഭാമ ഇങ്ങോട്ട് നോക്കുന്നുണ്ടെങ്കിൽ കണ്ണൻ അങ്ങോട്ടും നോക്കുന്നുണ്ട് എന്നുള്ളത്. അതിനിഗൂഢമായിട്ടുള്ള ഒരു പ്രണയത്തിൽ ആ ഒരു അവസാനത്തിലാണ് അത്രേ സത്രാജിത്തിന്റെ മകളായ സത്യഭാമയെ ഭഗവാൻ വിവാഹം കഴിക്കുന്നത്.